ആരവൻ്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടാ സ്കൂളിൻ്റെ ബെസ്റ്റ് വിടത്. അപ്പോൾ അന്ന് ഡോക്ടറിനെ കാണിച്ചു. പക്ഷേ ഇനിയിപ്പോൾ നാളെ വീണ്ടും കാണിക്കണം. അപ്പോൾ മറൈൻ എക്സ്പോന് പോയിട്ട് വരുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കാലിന് പറ്റിയാലും കുഴപ്പമില്ല, എനിക്ക് എന്തായാലും മറൈൻ എക്സ്പോയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച അവൻ എന്തായാലും മറൈൻ എക്സ്പോയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് എന്ത് പ്രശ്നം പറ്റിയാലും കുഴപ്പമില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. കുറച്ച് വേദന അവനുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ആൾ അത് കുഴപ്പമില്ല എനിക്ക് എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. ഒരാൾക്ക് 120 രൂപയാണ് കേട്ടോ കയറാനായിട്ട് ഫീസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ കുറേ ഇതുകളൊക്കെയാണ് കേട്ടോ കാണിക്കണത്. ഞാൻ അമ്മയും ആരവും അനയും കൂടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഫോട്ടോ എടുക്കുമ്പോൾ അവനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ അപ്പുറത്ത് മാറി നിൽക്കുക. പക്ഷേ ലാസ്റ്റ് അവനെ ഞങ്ങൾ പിടിച്ച് നിർത്തി. അവനോട് പറഞ്ഞു, നിന്നെ കാണണ്ട, നീ എങ്ങടാ പോയെന്ന് ചോദിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ എന്നിട്ട് വലിയ ഇഷ്ടത്തിലൊന്നല്ല ഫോട്ടോ എടുത്തത്. അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി അവന് മീനിൻ്റെ ആ ഒരു സംഭവം കാണാനായിരുന്നു ത്രില്ല് മുഴുവൻ. അല്ലാണ്ട് ഇതൊന്നും കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കുറേ മഞ്ഞിൻ്റെ ഇതുകളൊക്കെ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ കേട്ടോ. ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പക്ഷെ ആരവന് വലിയ പിടുത്തം പറ്റിയില്ല അത്. കാരണം അവൻ ഫുൾ ഫോക്കസ് ചെയ്തത് മീനിൻ്റെ കാര്യത്തിൽ. അവനാണെങ്കിൽ ഭയങ്കര മീൻ ഭ്രാന്തനാണ്. അയ്യോ, ഇതേപോലെ ഒരു മീൻ ഭ്രാന്തനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ വീടിൻ്റെ ഇതുകളും അങ്ങനത്തെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിഷ്ടമായത് അതിലത്തെ ഫ്ലവേഴ്സിനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൽ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ റോസ് ഫ്ലവേഴ്സ് എനിക്ക് ഒരു ഒറിജിനൽ പോലെ തോന്നിയിട്ടാ. ബാക്കിയുള്ളതൊക്കെ ആർട്ടിഫിഷ്യലാണ്. ഒറിജിനൽ ആണോന്നൊന്നും അറിയില്ല കേട്ടോ. കാണുമ്പോൾ അങ്ങനെ തോന്നിയതാണ് കേട്ടോ. അപ്പം അമ്മയും പറഞ്ഞാൽ അങ്ങനെ തോന്നിയെന്ന്. അമ്മയ്ക്ക് ഇതേപോലെ ചെടികൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ നിന്ന് ഇതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, വായോ വേഗം വായോ, എനിക്ക് മീനിൻ്റെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. അങ്ങനെ ഞങ്ങൾ ദേ മീനിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടാ. കുറേ മീനിൻ്റെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോൾ തൊട്ട് തന്നെ ഇവൻ അതിന്ന മീനാണ് ഇതിന്ന മീനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മീനിൻ്റെ A to Z കാര്യങ്ങൾ ആരവനറിയാം കേട്ടോ. ഫുള്ള് സെർച്ച് ചെയ്ത് ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ് കേട്ടോ മീനിൻ്റെ. കാരണം അവന് ഏറ്റവും ഇഷ്ടം ഈ മീനിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്താൽ പോലും അവൻ സെർച്ച് ചെയ്ത് നോക്കുക. ഈ മറ്റേ കൊച്ചു TV അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ അതൊന്നല്ല കേട്ടോ. അവൻ ഈ മീനിൻ്റെയൊക്കെ അപ്പം അങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയാം കേട്ടോ, അത് ഇന്ന മീനാണ്, അതാണ് ഇതാണ്, ഇതിൻ്റെ പേര് ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമുക്ക് ഈ ഗൈഡുകളൊക്കെ ഉണ്ടാവില്ലേ ചില സ്ഥലത്ത് പോകുമ്പോൾ, അതേപോലെ ഞങ്ങൾക്ക് പറഞ്ഞുതരാട്ടെ, ഇത് ഇന്ന മീനാണ്, അത് അന്ന മീനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് ഇന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് മാത്രമല്ല അപ്പുറത്തേക്കുന്ന ആൾക്കാർക്കും അതിൽ കൂടെ പോണ ആൾക്കാർക്കും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അവൻ ഇത് ഇന്ന മീനാണ് കേട്ടോ, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് മീൻ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ നിൽക്കണ്ടായിരുന്നു. മീൻ മേടിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ കണ്ടു ആൾക്ക്. ഇവിടെ നിന്ന് മീനൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നതേ. കാരണം ഇപ്പോൾ അവനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ പഠിക്കണമെങ്കിൽ വീഡിയോ എടുക്കാൻ വരണമെങ്കിലൊക്കെ ഗപ്പി മേടിച്ച് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഗപ്പിക്ക് എന്ത് കാര്യം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിലും മീൻ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ പേരെന്നിട്ടാ ടെട്ര. എൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ മീനിൻ്റെ പേര് ഞാൻ തെറ്റി പറയാണ്ടിരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ടെട്ര എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അതിലിങ്ങനെ നല്ല ഭംഗിയിലേക്ക് കേട്ടോ അങ്ങനെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മീനുകൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്നിട്ട്. പക്ഷേ എനിക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ടൊന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മലിനീനെ കണ്ടു കേട്ടോ. അപ്പോൾ കുറേ നേരം അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നാൾ മലിനീനെ പിടിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല. പിന്നെ ഇപ്പോൾ തോട്ടിയെ പോവാ, മീനെ പിടിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് ഏഞ്ചൽ ഫിഷ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കിടന്നിട്ടും പറയുന്നുണ്ട് കേട്ടോ അതൊക്കെയാണെന്ന്. പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ മത്സ്യകന്യകയുടെ അടുത്തെത്തിയപ്പോൾ ആളുടെ വിചാരിച്ച അത്ര ത്രില്ല് അങ്ങോട്ട് ഇല്ലാത്ത പോലെ തോന്നി എനിക്ക്. കാരണം അവനെ കണ്ട പക്ഷെ അതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു എന്നോട്, ഇത് നേപ്പാളി പെൺകുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവരെങ്ങനെയാണ് അങ്ങനെ നിൽക്കണം, എനിക്ക് അതിൽ നിൽക്കാൻ പറ്റുമോ അങ്ങനെ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അവരുടെ വാല് ശരിക്കുള്ളതാണോ എന്നൊക്കെ. നന്നായിട്ടുണ്ട് കേട്ടോ. അവരെ സമ്മതിക്കണം ഈ വെള്ളത്തിൽ ഇതേപോലെയൊക്കെ നിൽക്കണേന് കേട്ടോ. അപ്പോൾ അത്രമാത്രം മീനിൻ്റെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഷോപ്പിങ്ങിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവർക്ക് 2-3 പേന മേടിച്ചു, പിന്നെ കുറച്ച് മിഠായി മേടിച്ചു, പണ്ടത്തെ രീതിയിലുള്ള പുളിഞ്ചി മിഠായി അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ മേടിച്ചു. പിന്നെയാണ് റൈഡിൽ കയറിയത് കേട്ടോ. ഒരാൾക്ക് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് കേട്ടോ. 3 റൈഡിൽ കയറിയിട്ടവർ അങ്ങനെ 600 രൂപയായി. അപ്പോൾ ആദ്യം കയറിയത് ഇങ്ങനത്തെ ഈ ഒരു റൈഡാണ് കേട്ടോ. ഇതിൽ ഫസ്റ്റ് കയറിയപ്പോഴൊക്കെ വലിയ സന്തോഷത്തിൽ കയറിയിരുന്നു. പക്ഷേ ലാസ്റ്റാണ് ട്രാജഡി. കാരണം അതാദ്യം പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ആങ്ങളയ്ക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിങ്ങനെ സ്പീഡ് കൂടി വരണതിനനുസരിച്ചിട്ട് 2 പേർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. 2 പേരും കരച്ചിലെന്ന് പറഞ്ഞാൽ പോരാ, അത്രയും കരച്ചിലായിരുന്നു കേട്ടോ. അയ്യോ ചേട്ടാ നിർത്ത് ചേട്ടാ നിർത്ത് ചേട്ടാ നിർത്ത് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു തൊയ്ര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അയ്യോ ഭയങ്കര, ഞങ്ങൾക്കും ഇവിടെ നിന്നിട്ട് ഭയങ്കര ഇതായി. അവസാനം അവരുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ അതൊന്ന് നിർത്തുമോ എന്ന് ചോദിച്ചാൽ. ആദ്യം അവസാനം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ നിർത്തി തരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കയറിയത് ഒരു ട്രെയിൻ പോലത്തെ സാധനം കേട്ടോ. അത് പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം അതിൽ വെറുതെ ഇങ്ങനെ കറങ്ങി വരണതാണല്ലോ. അപ്പം അത് കാരണം വലിയ പേടിയും ഒന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു കൂട്ടുകാരനെ കൂട്ട് കിട്ടിയിട്ടാ. അപ്പോൾ ആ കുട്ടിയുടെ പേര് മാരവൻ തന്നെയാണ്. പിന്നെ അവിടെ പോയാലും ഓരോ കുട്ടികളെന്നൊക്കെ ഇങ്ങനെ കൂട്ട് കിട്ടും കേട്ടോ. അല്ല നല്ല കാര്യമാണ്, മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്യണം കുട്ടികളാവുമ്പോൾ. വെറുതെ അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കയറി കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തത് ഇങ്ങനത്തെ കേട്ടാ. ഇതിങ്ങനെ കാണുമ്പോൾ ഇപ്പോഴൊന്നും കുഴപ്പമില്ല കേട്ടാ. ഇതിങ്ങനെ തിരിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. ആദ്യം കയറിയിരിക്കുമ്പോഴൊക്കെ ടാറ്റയൊക്കെ തന്നിട്ട് ഇരുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉണ്ട് അതിങ്ങനെ പൊന്തി വന്നു തുടങ്ങി. അപ്പോൾ അനേക്ക് വലിയ കുഴപ്പമില്ലെങ്കിലും മാരവാണെങ്കിൽ ഭയങ്കര പേടിത്തൊണ്ടനാണ്. കാണുമ്പോൾ ഒരു മുരട സ്വഭാവമാണെങ്കിൽ ആൾ ഭയങ്കര പേടിത്തൊണ്ടനാ. അത് പൊന്തി വന്നോടുകൂടി കരഞ്ഞു തുടങ്ങി. അപ്പം അമ്മ അവരുടെ അടുത്ത് കരഞ്ഞപ്പോൾ നിർത്തത്തെ കൊടുക്കും, അവർ കരഞ്ഞോണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. ഇതിൽ കയറിയോട് കൂടിയിട്ട് എല്ലാം മതിയാക്കി അവര്. വീട്ടിലേക്ക് പോകുന്നുണ്ടോ. അങ്ങനെ വീട്ടിൽ പോകുന്ന കഴിഞ്ഞ് മുകളിലേക്ക് കയറേണ്ടത് കൊണ്ട് അവന്